സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ആ മിന്നൽ പരിശോധന പൂർത്തീകരിച്ചത്. സംസ്ഥാനത്തെ PFI കേന്ദ്രങ്ങളിലാണ് NIA റെയ്ഡ് നടത്താൻ തീരുമാനിച്ചത്. പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലായി 20ഓളം PFI കേന്ദ്രങ്ങളിലാണ് NIA സംഘം പരിശോധന നടത്തിയത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI എന്നിവയുടെ മുൻ ഭാരവാഹികളുടെ വീടുകളിലും ഓഫീസുകളിലുമായിട്ടാണ് ബുധനാഴ്ച ദിവസം പുലർച്ചെ മുതൽ റെയ്ഡ് ആരംഭിച്ചത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ ഈ പരിശോധന മിക്കയിടത്തും അവസാനിച്ചപ്പോൾ രാവിലെ 10 മണിയോളമായി. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നിരോധിത സംഘടനയുടെ പുനരുജ്ജീവന ശ്രമങ്ങൾക്കും സാമ്പത്തിക സഹായം കിട്ടുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചത്. ഒളിവിൽ കഴിയുന്ന 6 പ്രതികൾ അവരെ പിടികൂടേണ്ടത് അനിവാര്യമായിട്ടുള്ള വിഷയമാണ്. അത് കേന്ദ്രീകരിച്ചും ഈ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇവർ PFIയുടെ കേസുകളിലും പാലക്കാട്ടെ RSS കാര്യകർത്താവായിട്ടുള്ള A. ശ്രീനിവാസൻ വധക്കേസിലെയും പ്രതികൾ കൂടിയാണ്. മേലെ പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മൻസൂർ, എറണാകുളം സ്വദേശിയായ മുഹമ്മദ് യാസർ അറാഫത്ത്, പാലക്കാട് സ്വദേശിയായ അബ്ദുൾ റഷീദ്, എറണാകുളം എടവനക്കോട് സ്വദേശിയായ ആയൂബ് TA, മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ മൊയ്തീൻകുട്ടി, എറണാകുളം സ്വദേശി അബ്ദുൾ വഹാബ് എന്നിവരാണ് ഇനി അകത്താകാനുള്ള 6 പേർ. അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയവരെക്കുറിച്ചും കേന്ദ്രം അന്വേഷിച്ചു പോരുകയാണ്. മേലെ പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മൻസൂർ ഇതിനോടകം തന്നെ യമനിലേക്ക് കടന്നു കളഞ്ഞുവെന്ന സൂചന NIA സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൾക്ക് വേണ്ടി NIA വിശദമായ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. 2024 മുതലേ ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ പലർക്കുമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവരെ കണ്ടെത്താൻ വേണ്ടി ലക്ഷങ്ങളാണ് പാരിതോഷികമടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് NIA സുരക്ഷ ഒരുക്കുമെന്നും അതോടൊപ്പം തന്നെ അവരുടെ വിവരങ്ങൾ വളരെ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുമെന്നും പാരിതോഷികങ്ങൾ നൽകുമെന്നും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു. ആലുവ സ്വദേശിയായ അബ്ദുൾ വഹാബിനെ കുറിച്ച് വിവരം കൊടുത്താൽ 7 ലക്ഷം രൂപയാണ് പ്രതിഫലം. അബ്ദുൾ റഷീദിനെ കുറിച്ച് വിവരം കൊടുത്താൽ 7 ലക്ഷം രൂപ. പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് മൻസൂറിനെ കുറിച്ചുള്ള വിവരം കൊടുക്കുന്നവർക്ക് സമാന തുകയായി 3 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എടവനക്കാട് എറണാകുളം സ്വദേശി ആയൂബിനെ കുറിച്ച് വിവരം കൊടുത്താൽ 7 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഹമ്മദ് യാസർ, മൊയ്തീൻകുട്ടി എന്നിവരെയും കണ്ടെത്താനായി NIA സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പ്രതികളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവരുടെ വിവരങ്ങൾ വളരെ രഹസ്യമായി തന്നെ NIA സൂക്ഷിക്കുമെന്ന ഉറപ്പും ഇതോടൊപ്പം നൽകുകയാണ്. NIA ഇന്ന് പരിശോധന നടത്തിയതിൽ SDPI നേതാവ് തൃശൂരുള്ള ചാവക്കാട് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും എത്തിയിരുന്നു. PFIയുടെ മുൻ ജില്ലാ നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് ഓർക്കേണ്ടതാണ്. വീട്ടിൽ പുലർച്ചെ 4 മണിയോടെയാണ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയത്. കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് ഈ പരിശോധനയ്ക്കുള്ള നേതൃത്വം കൊടുത്തത്. ഫാമിസിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളും ബാങ്ക് രേഖകളും അടക്കം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. തൃശ്ശൂരിന് പുറമേ നടത്തിയതാണ് മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലും സമാനമായിട്ടുള്ള പരിശോധന. PFIയുടെ നിരോധനത്തിന് ശേഷവും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി ഇവർ ഏകോപിപ്പിക്കുന്നു എന്ന സംശയമാണ് NIAയ്ക്കുള്ളത്. അക്കാര്യം പ്രധാനമായും അന്വേഷിക്കുന്നു. നേരത്തെ നടന്ന റെയ്ഡുകളിൽ അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ നീക്കം നടത്തുന്നത്. ഈ പരിശോധന നടക്കുന്ന ഇടങ്ങളിൽ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്രസേനയെയും വിന്യസിച്ചു. പരിശോധനയിൽ ചില ഡിജിറ്റൽ തെളിവുകൾ, അതായത് സിം കാർഡുകൾ, മൊബൈൽ ഫോണുകൾ, ബാങ്ക് പാസ്ബുക്കുകൾ എന്നിവയൊക്കെ തന്നെ പിടിച്ചെടുത്തു. വിദേശത്തു നിന്നും ഹവാല വഴി പണമെത്തിയതുമായി ബന്ധപ്പെട്ട ചില ഡയറി കുറിപ്പുകളും അന്വേഷണ സംഘത്തിന് കിട്ടിയതായി സൂചനയുണ്ട്. ഒളിവിൽ കഴിയുന്ന പ്രതികൾക്ക് താമസ സൗകര്യവും സാമ്പത്തിക സഹായവും നൽകുന്ന സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് നിലവിൽ NIA ശ്രമം നടത്തുന്നത്. പിടികിടാപ്പുള്ളികളായിട്ടുള്ള പ്രതികൾ കേരളത്തിന് പുറത്തേക്ക് കടന്നോ അതോ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയാണോ, ഇക്കാര്യമൊക്കെ പരിശോധിക്കുന്നു. റെയ്ഡിന്റെ കൂടുതൽ വിശദാംശങ്ങൾ NIA ഔദ്യോഗികമായി പുറത്തുവിട്ടില്ല എങ്കിലും നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം വിവരങ്ങളാണ്. ഇതിലൂടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം: നിരോധനം കൊണ്ട് മാത്രം തീവ്ര സ്വഭാവമുള്ള ഈ സംഘടനയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അമർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം തന്നെ ഉയർന്നു കേട്ടൊരു വിഷയം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയാൻ കഴിയുമോ എന്നുള്ളതാണ്. PFIയുടെ തന്നെ ഒരു ചരിത്രം അതിനുവേണ്ടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യത്തിൽ കാര്യമുള്ളതായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കേന്ദ്രം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പുതിയൊരു സംഘടനയല്ല, പഴയ സിമിയുടെ പുതിയ രൂപമായിരുന്നു. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പോയാൽ നാളെ പുതിയൊരു പേരിൽ ഇവരൊക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിരോധനത്തെ അതിജീവിക്കാൻ വേണ്ടി പല രീതിയിൽ പല തരത്തിൽ പേര് മാറ്റി ഓരോ കാലത്തും ഓരോ സംഘടനകളാക്കി ഒരേ ആളുകൾ പ്രവർത്തിക്കും. പല കാലത്തും നിരോധനം നേരിട്ടതിന് ശേഷം കൂടുതൽ ശക്തിയാർജിച്ച് മാത്രമാണ് ഈ സംഘടനകൾ തിരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏത് പേരിലാണ്, അതോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ സംഘടിച്ചുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നോ എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത്. പാലക്കാട്, ആലപ്പുഴ കൊലപാതക പരമ്പരയിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്ക് കേരളത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയൊരു വിഷയം തന്നെയായിരുന്നു.
പ്രമുഖ നേതാക്കളെ അടക്കം ഹിറ്റ് ലിസ്റ്റിലിട്ട് കൊലപാതകത്തിനായി ഈ സംഘടന ശ്രമിക്കുന്നുവെന്ന് കേരള പോലീസ് അടക്കം പറഞ്ഞ വിഷയമാണ്. ഏറ്റവും ഒടുവിൽ NIAയും ഇക്കാര്യം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമൊക്കെ വലിയ ഭീഷണി ഉയർത്തുന്ന ആസൂത്രിതമായ പ്രചാരണവും പ്രവർത്തനവും നടത്തുന്ന PFIയെ നിരോധിക്കുകയല്ലാതെ മറ്റു മാർഗം കേന്ദ്രത്തിന് മുന്നിൽ ഇല്ലായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെ പുറത്തു വരാത്ത പല വിവരങ്ങളും ഓരോ ഘട്ടത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സൈന്യത്തിൻ്റെ പോലും ശ്രദ്ധ തിരിക്കാൻ ഇവർ ഇതിനിടയിൽ ശ്രമിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഭാരതത്തിൻ്റെ വടക്കൻ മേഖലകളിലായിരിക്കും സൈന്യത്തിൻ്റെ കൂടുതൽ ശ്രദ്ധ. ഈ സമയം നോക്കി ദക്ഷിണേന്ത്യയെ നോക്കി പല രീതിയിൽ ആക്രമണം നടത്താനും അത് പിടിച്ചെടുക്കാനുമായി ഈ സംഘടന പദ്ധതിയിട്ടുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആക്രമണം നടത്താൻ പോലും അവർ സ്റ്റഡി ക്ലാസുകൾ, മറ്റ് ട്രെയിനിങ്ങുകൾ ഇതൊക്കെ തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് കോടതിയിൽ NIA ധരിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഇങ്ങനെ ഒരു യുദ്ധം നടത്താനായി ഭാരതത്തോട് ശത്രുതയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങളും അംഗങ്ങൾക്കുള്ള പരിശീലനവും മറ്റ് പണവും സമാഹരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിക്കുന്നത്. ന്യൂനപക്ഷ സംവരണത്തിൻ്റെയും മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ദളിത് ഐക്യത്തിൻ്റെയും ഒക്കെ തന്നെ മുഖംമൂടി ധരിച്ചാണ് സാധാരണ ആളുകളെ പോലെ ഇവരും ജനങ്ങളെ കബളിപ്പിച്ച് സമൂഹത്തിനുള്ളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷം വളർത്തുന്ന പ്രചാരണം സംഘടിപ്പിച്ച് അതിൽ വീഴുന്ന സാധാരണ ജനങ്ങളെ, ഇസ്ലാമിക സഹോദരങ്ങളെ തീവ്രവാദികളാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അവരുടെ ഉള്ളിൽ തന്നെ വർഗീയ ചിന്തകൾ വിത്തുപാകി ആഗോള ഭീകര സംഘടനയായിട്ടുള്ള ISIയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഇതുവരെ അവർ നടത്തിയിട്ടുള്ളതെന്നാണ് NIA കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഗളന്മാരുടെ ഭരണത്തിന് കീഴിൽ ഭാരതം ഇസ്ലാമിക രാഷ്ട്രമായിരുന്നുവെന്നും അവരുടെ പതനത്തിന് ശേഷം മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ ഏറെ പരിതാപകരമായിരുന്നു എന്ന രീതിയിൽ പ്രചരണം നടത്തിയാണ് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ PFI ശ്രമം നടത്തിയത്. RSS BJP നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അവരെ 1, 2, 3 എന്ന രീതിയിൽ കൊലപ്പെടുത്താനായി ഇവർ സ്ക്വാഡുകൾക്ക് രൂപം തന്നെ നൽകിയിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി 1300-ലധികം PFI തീവ്രവാദികളെ ദേശീയ അന്വേഷണ ഏജൻസി ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പലരെയും പിടികൂടി. നിരവധി ആളുകൾ ഇപ്പോഴും ഒളിവിലാണ്. ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫത്ത് സ്ഥാപിച്ച് ഭാരതത്തെ 2047 ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് PFI പ്രവർത്തിച്ചു പോരുന്നത്. നിരോധനത്തെ തുടർന്ന് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഇവരുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ പിടിച്ചെടുത്ത മറൈൻ റേഡിയോ സെറ്റുകൾ, ബോംബുകൾ, ബോംബ് നിർമ്മാണ സാമഗ്രികൾ, വിവിധതരം ആയുധങ്ങൾ എന്നിവയൊക്കെ തന്നെ ഈ സംഘടനയുടെ ഭീകര സ്വഭാവത്തെക്കുറിച്ച് എത്രത്തോളം രൂക്ഷമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും രാജ്യദ്രോഹ പ്രവർത്തനത്തിനുള്ള തെളിവ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ PFI ശക്തിയാർജിക്കാനുള്ള കാരണം CPM, കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളാണെന്നുള്ളത് വ്യക്തമാണ്. കാരണം മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇരു പാർട്ടികളും ഇവർക്ക് വേണ്ടി ഒത്താശ പാടിയതാണ് ഇത്രയും കാലം ഇതിങ്ങനെ വളർന്നു പോരാൻ കാരണമെന്നാണ് നിലവിൽ BJP നേതാക്കൾ അടക്കം പ്രതികരിക്കുന്നത്. എന്തായിരുന്നാലും ഇനിയെങ്കിലും ഇതിനെതിരെ ശക്തമായി തന്നെ നേരിടേണ്ട, ഇതിനെ പിടിമുറുക്കുന്നത് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്.